വളരെ ഗംഭീരമായിട്ടാണ് ആരാധന നിർവഹിച്ചത്. പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ചെറിയ സദസ്സ് വലിയ സദസ്സ് എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ ആരാധനം നിർവഹിച്ച സിഇഒവിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിഗംഭീരമായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ പരിപാടിയുടെ രത്നവല്ലി ടീച്ചറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഈ പരിപാടിയുടെ ഔദ്യോഗിക സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നതിനായി സത്യദേവൻ എറവ് ഫോക്ക് അവാർഡ് ജേതാവ് കൂടിയാണ് സത്യദേവൻ എറവിനെ സാദരം ക്ഷണിക്കുന്നു. ചാക്കോമാഷോടെ വേദിയിൽ വന്നിരിക്കുന്നു. ലൈവ് കൂടി നോക്കണല്ലോ. എല്ലാവർക്കും മുഖം ഗ്രാമീണ നാടകവേദിയുടെ ഒരായിരം സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. മുഖം ഗ്രാമീണ നാടകവേദിയുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ അത്രയധികം ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല. എത്തിച്ചേരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മുഖഗ്രാമീണ നാടകവേദി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു വലിയ കലാസാംസ്കാരിക കൂട്ടായ്മയാണ്. കലാരംഗത്തും ഒപ്പം തന്നെ സ്വാതന്ത്ര്യ രംഗത്തൊക്കെ മുഖം അതിൻ്റെതായ മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നഗ്നമായ സത്യമാണ്. നാടക പ്രവർത്തനങ്ങളായാലും നാടൻ പാട്ടുകളായാലും ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ഞങ്ങൾ ഭാരതീയ കലാമന്ത്രമൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു വളരെ സജീവമായ പ്രവർത്തന രംഗത്ത് ആണ് പോൾസേട്ടനൊക്കെ ഏറ്റവും അടുത്തറിയാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ നാടകം എന്നൊക്കെ പറഞ്ഞൊരു ലഹരിയാണ്. നാടക മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൂർ പഞ്ചായത്തിലെ 2 ക്ലബ്ബുകൾ തമ്മിലാണെന്ന് വാർഷികേറിയ മത്സരം നടക്കാറുള്ളത്. ഒന്ന് ജവാൻ ആർട്സ് ക്ലബ്ബ് അരിപ്പൂര്, മറ്റൊന്ന് ഭാരത കലാമത്തിൽ ഇറങ്ങും. ഒരു പക്ഷേ പോൾസേട്ടൻ ഒന്നുകിൽ മറ്റേ ഭാരത കലാമത്തിൽ എന്ന നാടകത്തിന്റെ ഡയറക്ടറായിരിക്കും, അതല്ലെങ്കിൽ ജവാൻ ആർട്സ് ക്ലബിന്റെ ഡയറക്ടറായിരിക്കും. എന്തായാലും പോൾസേട്ടനായിട്ട് ആണ് ഈ 2 കലാസമിതിയും മാറ്റി വയ്ക്കാറുള്ളത്. അത് അങ്ങനെയാണ് പോൾസേട്ടനൊക്കെ അടുത്ത ബന്ധം ഉണ്ടായി വരുന്നത്. അതിനുശേഷം അന്നും നാടൻ പാട്ടുകളെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു പഠിതാവ് എന്നുള്ള രീതിയിൽ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഭാരത കലാമന്ത്രത്തിലൂടെ പോൾസേട്ടനെ പരിചയപ്പെടാൻ തുടങ്ങുന്നതും അതിനുശേഷം മുഖം ഗ്രാമീണ നാടകവേദി എന്ന് പറയുന്ന നമ്മുടെ ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേക ഒരു ടീം തന്നെ തയ്യാറാക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിനപ്പുറത്തും ഒരുപാട് വേദികളിൽ നാടൻ പാട്ടുകൾ മുഖഗ്രാമീണ നാടകവേദി ചെയ്തിട്ടുണ്ട്. അതില് അന്ന് പാടിയിരുന്ന അല്ലെങ്കിൽ അന്നൊപ്പം നിന്നിരുന്ന എല്ലാ ആളുകളൊന്നും ഇന്നിവിടെ ഇല്ല. ഷാജുണ്ട്, MK സുരേഷനുണ്ട്, സുരേഷിന്റെ അങ്ങനെ കുറച്ചാളുകൾ മാത്രത്തിൽ എഴുതും. അതൊരു വലിയൊരു ടീമായിട്ടാണ് നാടൻ പാട്ട് പോവുക. അത് ഒരുപാട് വേദികൾ കണ്ണൂരൊക്കെ തന്നിട്ട് 1-2 പ്രാവശ്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ ബുക്കിംഗ് വരികയാണ്. ആ ഒരു അന്ന് നാടൻപാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരിയൊന്നും ഇങ്ങനെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലൊന്നും ഇല്ല. അന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന 2-3 ടീമാണുള്ളത്. അതിനുശേഷമാണ് ജനനയന എന്ന് പറയുന്ന പ്രേമസാറിന്റെ ടീമെന്നെ രൂപീകരിക്കുന്നത്. പ്രേമസാറിന്റെ ടീമൊന്നുണ്ട്, പക്ഷെ അന്ന് ജനനയന എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് അതൊക്കെ രൂപീകരിച്ച് കയറി വരുന്നത്. അപ്പൊ അത്രയ്ക്കേറെ ഒരുപാട് കാലത്തെ പഴക്കം, ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തുള്ള
ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് മുഖം ഗ്രാമീണ നാടകവേദി. അത് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഒരുപക്ഷെ ചേറ്റുപുഴയിൽ പ്രോത്സാഹനമുള്ള അത്ര തന്നെ ഒട്ടും എന്താ പറയുക താഴാത്ത രീതിയിൽ തന്നെയാണ് അരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ സാംസ്കാരിക കൂട്ടായ്മയിലുള്ള ആളുകൾ പ്രോത്സാഹനം ഏറ്റെടുത്തിട്ടുള്ളത്. അതൊരു വലിയ സംഭവമാണ്. പിന്നെ ഞാനിപ്പോൾ മൂർക്കനക്കരയിൽ താമസമായാലും മൂർക്കനക്കരയിൽ പ്രോത്സാഹനം നാടകങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായാലും മുമ്പ് പ്രോത്സാഹനമൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഇതിൽ സ്വാഗതം പറയാനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ആഞ്ജനേയനാണ്. ആഞ്ജനേയനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കഥാപ്രസംഗ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോഴും സാംസ്കാരിക രംഗത്ത് സജീവമായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു വലിയ സാന്നിധ്യമാണ് ആഞ്ജനേയൻ. ഒരുപാട് സ്കൂൾ യുവജനോത്സവ വേദികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മാർക്കിടാനായിട്ടൊക്കെ പോവാറുണ്ട്. പിന്നെ എളിമയുടെ മുഖാണ് ഏത് സമയത്തും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരെയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആന്റണി പുല്ലേരി എന്ന് പറയുന്ന ആന്റണിയറിന് ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഉദ്ഘാടകനായിട്ടുള്ള ആള് രാവുണ്ണിയനാണ്. രാവുണ്ണിയനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അധികം പറ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും വലിയ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. അതിലുപരിയായി ഒരു വേദിക്കപ്പുറം ഇപ്പുറം ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച ആള്. അങ്ങനെ പിന്നെ മുഖത്തിന്റെ ഏത് പരിപാടിയിലും വന്ന് സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന വ്യക്തിത്വം ശ്രീ രാവുണ്ണിയേട്ടൻ അവറുകളെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. കഥാകൃത്ത് എം.എൻ. വിനയകുമാർ. വിനയനെ കുറിച്ചും കാര്യമായിട്ട് ഞാനൊന്നും പറയുന്നതില്ല. അരിപ്പൂരൊക്കെ താമസിക്കുന്ന സമയത്ത് വിനയേട്ടൻ ഏറ്റവും കൂടുതൽ നിലകൊണ്ടിട്ടുള്ളത് കുട്ടികളുമായിട്ടുള്ളൊരു സംവാദത്തിലായിരുന്നു. അങ്ങനെയാണ് വിനയേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് പരിശുദ്ധ പാട്ടുകളൊക്കെ ആ കാലഘട്ടത്തിൽ പാടാറുണ്ട്. സുരേന്ദ്രനൊക്കെ ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ആ സമയത്തതൊരു അന്ന് തൊട്ടാണ് പരിചയം. ഇന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിലുപരിയായി സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം എം.എൻ. വിനയകുമാർ എന്ന് പറയുന്ന വിനയേട്ടനെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് ചാക്കോടി അന്തിക്കാട്. കഥയുടെ അവതരണമാണ്. ഈ ചാക്കോ ചേട്ടൻ എന്നത്ര കാര്യമായിട്ട് അറിയുമായിരുന്നില്ല. പക്ഷെ എനിക്ക് ചാക്കോയേട്ടൻ ഒരുപാട് പോലെ അറിയാം. നാടകത്തിനുപരിയായിട്ട് എൻ്റെ ചേട്ടനായിട്ട് വലിയൊരു ബന്ധം ചാക്കോ ചേട്ടനുണ്ട്. രാധാകൃഷ്ണൻ അതിനടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ എനിക്കറിയാം, പക്ഷെ എന്നറിയില്ല. അപ്പോ അങ്ങനെ ഒരു ബന്ധമാണ് ചാക്കോട്ടേനായിട്ടുള്ളത്. നാടകം ഒരുപാട് ചെയ്ത് കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചാക്കോടി അന്തിക്കാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെയും മുഖത്തിന്റെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട നമ്മളോടൊക്കെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചാക്കോടി അന്തിക്കാട് അവരുടെ 100 ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മഹത് വ്യക്തിത്വങ്ങൾ ഇപ്പോ രമണേട്ടനിരിക്കുന്നുണ്ട്. പാട്ടുപാടി ആൾക്ക് പാടിഞ്ഞാറ്റി വൈകിട്ടാണ് എത്തിയത്. അതുകാരം എനിക്ക് എല്ലാവരും അറിയില്ല പേര്. ജ്യോതിലക്ഷ്മി, അതുപോലെ തന്നെ ചാക്കോ സാറിന്റെ മകൻ ജിയോ. അധികം പേരായിട്ടാണ് ഞാൻ അസലായിട്ട് പാടിയത്. കോഴ്സൊക്കെ പറഞ്ഞു. അവസാനത്തെ ആ ഒരു ഏഴെടുത്തൊക്കെ സത്യം വളരെ എന്താ പറയുക ആകാംക്ഷയോട് കൂടിയിട്ടാണ് കേട്ടത്. അത്രയും നന്നായിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രൻ എല്ലാവരും അടക്കം മുഴുവൻ ആളുകളെയും ഒറ്റവാക്കി
ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും ഒരായിരം സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. നമ്മളൊരു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ആന്റണി പുലിയുടെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷിലൊരു ചുവണ്ട് ചെയ്യുന്നുണ്ട്, ഹു ഈസ് എ ജക്കോൾ ടു അവർ വൈറ്റ് ടൈഗർ റോസ്. കടുവ അമർന്നെടുത്ത് ഓരിയുടെ കുറുക്കനാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഞാനിവിടെ അധ്യക്ഷനാണെങ്കിലും എന്തുകൊണ്ടും എന്നേക്കാൾ പരമയോഗ്യരായ ആളുകളാണ് ഈ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്നത്. ഒന്നൊഴികെ ഒരാൾ പോലും ഒഴിവാക്കാനില്ല, അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇവിടെ. അതുകൊണ്ട് ഞാനൊരു അധിക പ്രസംഗത്തിന് ഒട്ടും മുതിരുന്നില്ല. വളരെ കുറച്ച് വാക്കുകൾ മാത്രം, ഒരു ചെറിയ ഓർമ്മ മാത്രം പങ്കുവയ്ക്കാം. കാരണം പോൾസൺ മാസ്റ്റർ ഞാനുമായിട്ടുള്ള പരിചയം ഒരു 45 വർഷങ്ങൾക്കും അപ്പുറത്താണ്. അന്ന് മുതലുള്ള സൗഹൃദമാണ്. ഞങ്ങളുടെ കാഞ്ചന കലാസമിതിയിൽ നാടകം സംവിധാനം ചെയ്യാനായിട്ട് പോൾസൺ മാസ്റ്റർ വരികയുണ്ടായി 45 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പോൾസൺ മാസ്റ്റർ ആദ്യമായിട്ട് ഒരു വലിയ നാടകം, അതിക്ക് മുമ്പൊക്കെ അരമണിക്കൂർ നാടകങ്ങളൊക്കെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യമായി ഒരു നാടകം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകം സംവിധാനം ചെയ്തത് ഞങ്ങളുടെ കലാസമിതിക്ക് വേണ്ടിയിട്ടാണ്. അന്ന് അതിൽ ഒരു പ്രധാന കഥാപാത്രമായിരുന്നത് ഞാനാണ്. ആ നാടകം വലിയ വിജയവുമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഉള്ള ആ സൗഹൃദം ഇന്നും അഭംഗത തുടരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ മുഖത്തിൻ്റെ പരിപാടിക്ക് വരുന്നതും. ഞാൻ മുഖം ഗ്രാമീണ നാടകവേദിയുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒരു സജീവ അംഗം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മുഖം ഗ്രാമീണ നാടകവേദിയിലെ വളരെ സജീവമായിട്ടുള്ള അംഗമായിരുന്നു. ഞങ്ങൾ ഈ നാടൻപാട്ട് പരിപാടിക്ക് പല സ്ഥലത്തും ഞാൻ ഗുണപോയിട്ടൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് പല വേദികളിലും നല്ല പങ്കാളിത്തമൊക്കെ ഉണ്ട്, ആ കാണികളൊക്കെ ഉണ്ടാവും. ഒരു വേദിയിൽ ഞാൻ കൊടുക്കുകയാണ്, ഊരിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ നാടൻപാട്ട് അവതരിപ്പിക്കാൻ പോയി. അന്ന് അവിടെ ചെല്ലുമ്പോൾ ആ വലിയൊരു സ്കൂൾ മൈതാനം നിറയെ ആളുകളാണ്. പക്ഷെ നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ പരിപാടികളും പിന്നെ അവർക്ക് സമ്മാനദാനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ നമ്മളെ പരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ആകെ കർട്ടൻ വലിക്കുന്ന ഒരാൾ വേറെ ആ സംഘാടകരായിട്ടുള്ള 2 ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്, വളരെ വേദനയുള്ള വാക്കുകളാണ്. അത്തരം പരിപാടികളിലും നമ്മൾ വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിപാടി അവതരിപ്പിച്ചു പോകുന്നുണ്ട്. എന്നാൽ പല വേദികളിലും ധാരാളം കാണികളായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പോലെ നാടൻപാട്ട് അത്ര പ്രചാരത്തിലില്ലായിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി എന്ന് വേണമെങ്കിൽ പറയാം മുഖം ഗ്രാമീണ നാടകവേദിയാണ് ഈ നാടൻപാട്ട് വളരെയധികം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് ഇതിൽ പങ്കെടുത്തിരുന്ന പല ആളുകളും ഇന്നിപ്പോൾ ഇതിന് വരാൻ സാധിച്ചില്ലെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുഖം ഗ്രാമീണ നാടകവേദി അതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകും. അപ്പോൾ ഈ വേദിയിൽ ഞാൻ എല്ലാവരെയും പറയുകയാണെങ്കിൽ എല്ലാവരും പേരെടുത്ത് പറയും. അപ്പം അതുകൊണ്ട് ആരെയും പേരെടുത്ത് പ്രത്യേകം പരാമർശിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി രാവണി മാഷ് സ്നേഹപൂർവ്വം ക്ഷണിക്കും. അധ്യക്ഷൻ ആന്റണി പുള്ളി, എം.എൻ. വിജയകുമാർ, പോൾസൺ, സത്യദേവൻ കറവ് എന്നിവരുൾപ്പെടെ വേദിയിൽ സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ ഓർമ്മ.
വളരെ ചെറിയൊരു മുറിയാണെങ്കിൽ ഈ കഥാചർച്ചയ്ക്കും കവിതാ പറ്റിയൊരു സ്ഥലമാണ്. ആവശ്യം വരുമ്പോൾ അത് കയറിയാൽ മതി, കേട്ടിട്ട് ചെയ്യാം. ചെറിയൊരു സദസ്സിൻ്റെ ഒരു സുഖം ഈ പരിപാടിക്ക് ഇവിടെ നടക്കുന്നൊരു കഥാചർച്ചയാണ്. മുമ്പ് കുറേ കാര്യങ്ങൾ സാംസ്കാരിക രംഗത്ത് മുഖം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഥാചർച്ച ആദ്യമായിട്ടാണ് ഉണ്ടാവും. അത് പ്രിയപ്പെട്ട MN വിജയകുമാറിൻ്റെയാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്. സ്വാഗതം പറഞ്ഞപ്പോൾ ഓരോ ആളെയും തൊട്ടുകൊണ്ടാണ് സത്യം സംസാരിച്ചത്. അതിൽ പണ്ടത്തെ ഒരു വിനയനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പുത്തൂർക്കരയിലാണ് താമസിക്കുന്നത്. പുകഴ്ത്തല ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ നാട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ചും എമർജൻസി കാലം വിദ്യാർത്ഥിയായിരുന്ന സമയം ആ MN വിജയകുമാർ രൂപപ്പെട്ടു വന്നൊരു കാലത്ത് അദ്ദേഹം ജീവിച്ചത് എൻ്റെ നാട്ടിലാണ്. ഞങ്ങൾ തമ്മിലായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കൂട്ട്. ഞാൻ അവിടെ KSYFിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു. വിനയൻ ജോയിന്റ് സെക്രട്ടറിയാണ്. ഞാൻ DYFിയുടെ സെക്രട്ടറിയായി, വിനയൻ സെക്രട്ടറിയാണ്. അങ്ങനെ തുടങ്ങി ഉഗസയുടെ പ്രസിഡന്റ് ഞാനായി, സെക്രട്ടറി വിനയനായി. അങ്ങനെ ജീവിതത്തിൽ വേർപെടുത്താനാവാത്ത വിധത്തിലുള്ളൊരു വലിയ സാഹചര്യം ഞങ്ങൾ തമ്മിലുണ്ട്. വിനയൻ്റെ കഥ എന്നുള്ളത് എനിക്ക് ആ അർത്ഥത്തിൽ കഥയായാലും നോവലായാലും നാടകമായാലും വിനയൻ്റെ എഴുത്തുകളെല്ലാം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അത്രമേൽ ഇൻറ്റിമേറ്റാണ്, അത്രമേൽ എനിക്കെൻ്റെ സ്വന്തമാണ്. അപ്പം പൊതുവെ പറഞ്ഞാൽ വിനയൻ്റെ എല്ലാ എഴുത്തുകളുടെ മട്ടും എനിക്ക് നല്ല പരിചയമുള്ളതാണ്. വിനയൻ്റെ ഏറ്റവും വലിയ ഗുണം, വിനയൻ സ്വയം പറയുന്നത് ഒരു വലിയ മടിയനും മനസ്സിലാണെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നാടകം എഴുതുക, സിനിമ ഉണ്ടാക്കുക. ജില്ലാ പഞ്ചായത്തിൽ വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രൊഡ്യൂസറായിട്ട് സിനിമ നിർമ്മിച്ചത് വിനയനാണ്. അതാണ് ആ കുട്ടികളുടെ നാടകം, സിനിമ. ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, കുട്ടുമണിപ്പൂക്കൾ. അത് വിനയൻ്റെ മകൻ എഴുതിയൊരു കഥയാണ്. കുട്ടുമണിപ്പൂക്കളുടെ മനോരമയിലെ വന്നൊരു കഥയാണ്. ആ കഥയൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അന്ന് ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ വിനയൻ്റെ ഒപ്പം തൃശ്ശൂരിൽ ഒട്ടേറെ പേരുണ്ട്. ഒട്ടേറെ പേർ വലിയ ആർട്ടിസ്റ്റുകൾ, പിൽക്കാലത്ത് വലിയവരായി തീർന്നവർ എല്ലാം പങ്കെടുത്തതാണ് ഷൂട്ടിങ്ങിലൊക്കെ. പ്രിയചന്ദ്രൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം. പിന്നെ മറ്റൊരു സിനിമയെടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായി, പ്രത്യേകിച്ച് വലിയ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നാലെ ചെല്ലേണ്ടിയിരുന്നത് സിനിമയിലേക്കാണ്, സിനിമയുടെ ഒരു മാസ്മരിക ലോകത്തിലേക്കാണ്. പക്ഷെ പിന്നെ അവിടേക്കല്ല പോയി. വിനയൻ വന്നത് ഒരു സംഘടനയാണ്, മറ്റൊന്ന് മറ്റെഴുത്തിലേക്കാണ്. നാടകം എഴുത്ത്, കഥ എഴുതും, കവിത എഴുതും. അന്ന് ഞാനും വേറെ പേരിലാണ് കവിത എഴുത്ത് ഒക്കെ തുടങ്ങിയത് എന്നതുപോലെ വിനയനും ഒരു തോലിയാണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എഴുത്താരംഭിച്ചത്. ഞങ്ങൾ ഒന്നിച്ച് കയ്യെഴുത്ത് മത്സരം നടത്തി, ഞങ്ങൾ ഒന്നിച്ചെഴുതി, ഞങ്ങൾ ഒന്നിച്ചെഴുത്തിലേക്ക് വന്നു. അങ്ങനെ നടത്തുന്ന ഒരു വലിയ സഹയാത്രയുടെ ആത്മബന്ധം എനിക്ക് വിനയനുമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിനയൻ്റെ കഥയുടെ ഒരു വലിയ പ്രത്യേകത, അതെല്ലായ്പ്പോഴും സാമൂഹ്യ അനുഭവങ്ങളിലേക്ക്, സമൂഹത്തിൻ്റെ നേരീയ ചലനങ്ങളെ പോലും സ്വാംശീകരിക്കുന്ന ഒരു എഴുത്താണ് വിനയൻ്റേതുള്ളതാണ്. വിനയൻ്റെ കഥ എന്ന് വായിക്കുന്നത് ചാക്കുടി അന്തിക്കാടാണ്. ചാക്കുടി എന്ന് പറഞ്ഞാൽ ഒരു കവിത പോലും വളരെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. ശരിക്കും ആ കഥയുടെ എല്ലാ സ്വാരസ്യങ്ങളും പുറത്തു വരാവുന്ന വിധത്തിലുള്ള അവതരണം ചാക്കുടിയാണ്. ആ കഥ 2002 വന്നതാണ്. എവിടെ വന്നതാണ്? അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. സെപ്റ്റംബർ 2002 സെപ്റ്റംബറിൽ. എന്താണ് ആ കഥയുടെ പശ്ചാത്തലം? ആ പശ്ചാത്തലം ഗുജറാത്താണ്. ഗുജറാത്ത് സംഭവങ്ങളാണ്. ഗുജറാത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇത്ത അവിടെയുള്ള സംഭവങ്ങളെല്ലാം കണ്ട് ചിത്തഭ്രമം ബാധിച്ച് മനസ്സിൽ സമനിലെത്തി നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ചികിത്സയ്ക്ക് വരും. അവർ അവിടെ നിന്ന് പോന്നിട്ടും ആ നാട്, അവിടുത്തെ ഓർമ്മകൾ അവരെ വിടുന്നില്ല. അവർ അവിടെ നിന്നുള്ള കത്തുകൾ ആയിട്ട് കത്തുന്ന
കത്തുകളായിട്ട് വീട്ടിൽ നിന്ന് കത്തുകളായിട്ട് ഈ കത്തുകളാണ് ഈ കഥകത്തുള്ളത്. അതിൽ അന്നത്തെ ഗുജറാത്തിൻ്റെ ചില സംഭവങ്ങൾ വളരെ ചെറിയ സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ഏതാണ്ട് 3000-ഓളം ആളുകൾ 2 ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടൊരു വംശഹത്യയുടെ നാടാണ് എന്ന് നമുക്കറിയാം. മഹാത്മാഗാന്ധിയെ ജനിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് ഗുജറാത്ത് വംശഹത്യ. അത് ഇന്ത്യയുടെ ഒരു അടുക്കളയാണ്. അവിടെ നിന്നാണ് ഇന്നത്തെ ഇന്ത്യയെ സംഘപരിവാർ വാർത്തെടുത്തത്. അതെങ്ങനെയാണ് കെട്ടിപ്പടുന്നത്? എങ്ങനെയാണ് ഗാന്ധിയുടെ ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്ന CITU എന്ന സംഘടന, തൊഴിലാളി ട്രേഡ് യൂണിയനുകൾ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും ടെക്സ്റ്റൈൽ യൂണിയനുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്ന് ആ നാടിൻ്റെ ഒരു പ്രകൃതാകെ മാറി വേറൊരു നാടായിട്ട് മാറി. പിന്നീട് ആ ഗുജറാത്ത് ഇന്ത്യയായിട്ട് മാറുന്നു. ഗുജറാത്തിൽ അവിടെ എങ്ങനെയാണോ ഗുജറാത്തിനെ വേവിച്ചെടുത്തത് അതേ പാചക രീതിയാണ് ലക്ഷദ്വീപിൽ, UP, മണിപ്പൂർ, ഇങ്ങനെ പലയിടത്തും ഇതേ പാചക രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ രൂപാന്തരം ചിത്രഭ്രമം വന്ന ഒരു മുത്തശ്ശിയുടെ ഓർമ്മകളായിട്ട് കത്തുകളായിട്ട് പരസ്പര ബന്ധമില്ലാത്ത കുറേ ചിത്രങ്ങളായിട്ട് പോയി. അപ്പം അങ്ങനെ വളരെ സവിശേഷമായ ഒരു ശില്പഘടന ആ കഥയിൽ വേറെ ഒന്നും പറയാം. എൻ്റെ ഒരു പൊളിറ്റിക്സോ അതിൻ്റെ ചരിത്രശാസ്ത്രോ ഒന്നുമില്ല. പക്ഷേ എവിടെ ഇന്നും നമ്മൾ വളരെ പെട്ടെന്ന് ചരിത്രത്തിലേക്ക് പോകും. ചരിത്രത്തിലേക്ക് നമ്മൾ ചെല്ലുന്നതാണ് ഈ കഥയുടെ പ്രത്യേകത. ഈ കഥയെ കാണിക്കുന്ന ഉദ്ദേശം ഇവർ പല ഓർമ്മകൾ വയ്ക്കുകയാണ്. ആ ഓർമ്മയിൽ ഒരു മുസ്ലിം കുടുംബമാവട്ടെ അതിന് പറയുന്നുണ്ട് ഇന്ന ആൾക്കാരുമുണ്ട് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല, നഗരത്തിലൂടെ അഹമ്മദാബാദിൻ്റെ സമീപത്തും താമസിക്കുന്നത് പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കുറിക്കാം, പോയാൽ തിരിച്ചു വരില്ല. അപ്പം നമ്മൾ യാത്ര വേറെ ഒരിക്കലും മാറ്റി വയ്ക്കും, അടുത്ത കൊല്ലം വരാം നാട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് കഥ കഴിക്കുന്നത്. ഇത്തരം സംഭവങ്ങളാണ് വരുന്നത്. ആ കഥയിലേക്ക് ഞാൻ ആണ്ടരുന്നില്ല. ഒരു ചെറിയൊരു സംഭവം, ഒരു ട്രെയിൻ യാത്രയെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഇത്ത പങ്കുവയ്ക്കുന്നത്. ആ ട്രെയിൻ യാത്ര വളരെ സുന്ദരമായിരുന്നു. ഒരു ടേബിളോ ഫാൻസി ഡ്രസ്സിലോ ഒക്കെ കാണുന്ന വിധത്തിലുള്ള വിചിത്ര വേഷങ്ങൾ ധരിച്ച കുറച്ച് ആൾക്കാരെ കാണും. അപ്പൊ ഇത് വലിയൊരു തമാശകൾ, വലിയ കാഴ്ചകൾ. ഒരു ട്രെയിനിൽ ഒരുപാട് ഫാൻസി ഡ്രസ്സുകൾ വരും, ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച. പിന്നീട് നമുക്കറിയാം ഇന്ത്യയുടെ എല്ലാ തെരുവുകളിലും വലിയ ആക്രോശങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വാളുകൾ ഉയർത്തിപ്പിടിച്ച് മാർച്ച് ചെയ്യുന്നവരുടെ തന്നെ ഒരു വരവാണ് തീവണ്ടി. ആ തീവണ്ടിയിൽ ഈ ആൾക്കാർ നിൽക്കുന്നു. തീവണ്ടി കവർച്ചക്കാർ വരും. കവർച്ച കാണാൻ കണ്ടിട്ടു ഒരു ബാഗ് തുറന്ന് കവർച്ച നടത്തുന്നത് ഇത് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും മിണ്ടാൻ പാടില്ല. അത് ഇത്തക്കറിയാം. മിണ്ടിയാൽ പിന്നെ ആളുണ്ടാവില്ല. അപ്പം മിണ്ടാൻ പാടില്ല. അപ്പോൾ നിശബ്ദമാവും. എങ്ങനെ ഗുജറാത്ത് മാറിയെന്നുള്ളതാണ്. ഗുജറാത്ത് എങ്ങനെ നിശബ്ദമായിട്ടുള്ളത് ഈ ഒറ്റ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലായി. ഇന്ന് സംഭവിക്കുന്നത് തീവണ്ടി യാത്ര. ആ തീവണ്ടി യാത്രയിൽ കുറെ കാലം കവർച്ചക്കാർ രൂപം മാറിയതുപോലെയാണ് ഈ ഫാൻസി ഡ്രസ്സുകാരെ കാണുന്നത്. ഒരു പെൺകുട്ടി കമ്പാർട്ട്മെന്റുകൾ കൂടി ഇങ്ങനെ കടന്നു പോകും. വിശദമായിട്ട് അവരുടെ വീട്ടുകാർ വേറെ ഏതോ കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഏതോ കമ്പാർട്ട്മെന്റിലുണ്ട്. അവളൊന്ന് റിലാക്സ് ചെയ്യാൻ ജീവിതത്തിൽ നടന്നു നോക്കാം തീരുമാനിച്ചു വന്നതാണ്. അവിടെ ഫാൻസി ഡ്രസ്സുകാരിലോ അവരെ ചേർത്ത് പിടിക്കും. ചാക്കൊടി കഥ വായിക്കും, ചേർത്ത് പിടിക്കും. അപ്പോൾ TTR തടയുന്നു. ആ ചാക്കൊടി കഥ വായിക്കും. നിയമപാലകർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ ഒരു കഥയും ഒരു TTRലൂടെ ഗുജറാത്തിലെ നീതിന്യായ സംവിധാനത്തിന് മുഴുവൻ സംഭവിച്ചു. ഒരു ഫാസിസ്റ്റ് നിർമ്മാണ കാലത്ത് എങ്ങനെയാണ് ഒരു നീതിന്യായ വ്യവസ്ഥ മാറിത്തീരുന്നത്, കൺമുന്നിൽ കണ്ടാലും അവരെ ഇങ്ങനെ നിശബ്ദരായിത്തീരുന്നു. ഈ ചെറിയൊരു TTRനെ വെച്ചുകൊണ്ട് പറയും. ആ ഒരു പെൺകുട്ടിയെ
മാത്രം അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് 3000-ഓളം ആളുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. ഈ കഥയെ, ഈ ഗുജറാത്ത് കലാപങ്ങൾ, വംശവിച്ഛേദം എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള വൈകാരികമായ ഒരു സൂചനയുമില്ല. ആ തീവണ്ടിയിലെ നിസ്സാരമായ സംഭവം, ആ സംഭവങ്ങളാണ് ഈ സാധാരണ നിലയിൽ ജീവിച്ചിരുന്ന ഒരാള് ചിത്തഭ്രമം സംഭവിച്ചത്. ഈ കഥ ജൂലൈയിലാണ് നടന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സബർമതി എക്സ്പ്രസ്സിന് ഈ വെച്ച് ഗോദ്ര എന്നുള്ളത് ഞാനവിടെ പോയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗോദ്ര എന്നുള്ളത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇപ്പോഴുണ്ട്. സബർമതി എക്സ്പ്രസ്സിൽ തീ വയ്ക്കപ്പെട്ട 2 ബോഗികൾ അവിടെ ഇപ്പോഴും. അവിടെ നിന്ന് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഗോത്ര നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്. കാരണം മുഴുവൻ മുസ്ലിം ദേവാലയങ്ങളും മുസ്ലിം വീടുകളാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്താൽ ജയിക്കാനാണ് ഒരു മുസ്ലിം സ്ഥാനത്ത് ജയിക്കുക, വേറൊരു സെക്കുലർ പാർട്ടികളുടെ സ്ഥാനത്ത് ജയിക്കാനാണ് വംശഹത്യക്കാരന് ജയിക്കുക. എങ്ങനെ സംഭവിക്കുന്നത്? ആ നാട് നിശബ്ദമാകും. ആ നാട് ആ ഒരു വലിയ മാറ്റം. എങ്ങനെയാണ് ഒരു നാട്, ഗാന്ധിയുടെ ഒരു നാട് കൊടും ക്രിമിനലുകളുടെ നാടായിട്ട് മാറുന്നത് എന്നൊരു ചെറിയൊരു സംഭവത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് അവതരിപ്പിക്കാൻ ചെയ്യുന്നത്. ഇനി ഈ കേറ്റുകളെ കുറിച്ചൊരു കഥയിൽ കഴിഞ്ഞ പ്രളയകാലത്ത് കുറിച്ച് ആ പ്രളയത്തിൻ്റെ ഓർമ്മ ഒരു യാത്ര കൂടെയാണ് ഇങ്ങനെ അവതരിപ്പിച്ചത്. ഒരു സംഭവത്തിൽ തീവ്രത അവതരിപ്പിക്കാൻ ആ സംഭവത്തെക്കുറിച്ച് ആകെ വിശദീകരിക്കുന്ന കാര്യമില്ല. അതിനൊറ്റ സാമ്പിൾ മാത്രം കണക്കാണ്. എന്നാൽ കലാസൃഷ്ടിയുടെ ഏറ്റവും വലിയ നിർമ്മാണ രഹസ്യം അത് സ്വാംശീകരിച്ച ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ കഴിയും ഈ കഥ വായിക്കും. ഈ കഥ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാതൃഭൂമിയിൽ മലയാളികൾ വായിച്ചുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ എഴുത്തുകാരൻ എങ്ങനെയാണ് സ്വന്തം കാലത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ മറ്റ് ജീവിതങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ എഴുത്തുകാരനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കലാരൂപങ്ങളോട് സഞ്ചരിച്ച ഒരാളാണ്. നാടകം എഴുതിയിട്ടുണ്ട്. നാടകം മകനും കൂടി ചേർന്നാണ് നാടകത്തെ തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ നാടകത്തിന് വലിയ സംഭാവന. നാടകത്തിന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. നാടക രചനയ്ക്ക് അവാർഡ് നേടിയിട്ടുള്ള ആളാണ് വിനോദ്. അങ്ങനെ ഒട്ടേറെ പുരസ്കാരം. കഥാരംഗത്ത് മികച്ച സംഭാവനകൾ അദ്ദേഹം ചെയ്തത്. കവിയായിട്ടാണ് ആരംഭിച്ചത്. ഇപ്പം കവിത ഇടയ്ക്ക് പോലും നമ്മൾ ഇടയ്ക്ക് ചില ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു കവിത വേണം പറഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് അയച്ചു തരും. അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റ് ഒരുപാട് കലാസാംസ്കാരിക മേഖലകളിലൂടെ വ്യാപരിച്ച് പോകുന്ന ഒരാളെന്ന് വെച്ച് എല്ലായിടത്തും തൻ്റെ മുദ്ര വെച്ച് തൻ്റെ അടയാളം വെച്ച് പോകുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ, ഏറ്റവും മികച്ചൊരു കലാകാരൻ എന്ന നിലയ്ക്കാണ് വിനയൻ്റെ കഥ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം സന്തോഷം തരും. സത്യം ഞാൻ കൂടി കാണിച്ച പോലെ സത്യന് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുകൊണ്ടാണ് പറയുന്നത്. സത്യന് ഒരു ചെറിയ കുട്ടിയായിരുന്നു സമയത്ത്, സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ നാടൻപാട്ടുകളുടെ വലിയൊരു കമ്പം. അന്ന് നാടൻപാട്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല, നാടൻപാട്ട് പരിപാടിയില്ല. അങ്ങനെ പലയിടത്ത് പോയി നാടൻ പാട്ടുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് പുസ്തകത്തിൽ സൂക്ഷിക്കുക. അന്ന് തുടങ്ങിയതാണ്. അത് ഈ മറ്റേ ഫോക്ലോർ അക്കാദമിയിലെ യാത്ര നന്നെ കുട്ടിക്കാലത്ത് സത്യം ആരംഭിച്ചുള്ളതാണ്. അപ്പോൾ അന്ന് ഏതൊക്കെയോ നാടൻപാട്ടുകൾ ഞാനും ശേഖരിച്ച് കൊടുത്തായിട്ടൊരു ഓർമ്മയ്ക്ക് മുഖം കാരണം നാടകം എന്ന് പറഞ്ഞാൽ മുഖം എന്നുള്ളത് അതിൻ്റെ തുടക്കകാലം മുതൽ വലിയൊരു ആത്മബന്ധം എനിക്ക് തരുന്നൊരു സ്ഥലമാണ്, എനിക്ക് തരുന്നൊരു ഇടാണ്. വേറെ എവിടെ കിട്ടുന്ന വലിയ വലിയ അളവിലുള്ള സ്നേഹവും വലിയ അളവിലുള്ള ആദരവും എനിക്ക് കിട്ടുന്നൊരു സ്ഥലമാണ്. ഈ മുഖത്തിൻ്റെ നാടകാവതത്തിൻ്റെ ഒപ്പം ഞാൻ കടന്നു പോയിട്ടുണ്ട്. മുഖത്തിൻ്റെ നാടൻപാട്ട് സ്ഥലത്തിനൊപ്പം പറവൂരിലോ അങ്ങനെ എവിടെയൊക്കെ പോയി ഞാൻ പോയിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ പുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരായാൽ തറ വേണം, അത് ഗംഭീരമായിട്ട് പാടാനുണ്ടെന്ന് ഞാൻ അന്നേ പറയാറുണ്ട്. ഇത് നാടൻപാട്ടല്ലാതെ, ഇത് നാടൻപാട്ടിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായ സവർണ തമ്പുരാക്കളുടെ പാട്ടാണ്. ഇത്
നാടൻപാട്ടായിട്ട് എന്താ പറയുക സ്വർണമായി അവതരിപ്പിക്കപ്പെട്ട മുക്കുമണ്ഡമാണ് എന്ന് അന്നേ ഞാൻ പറയാറുണ്ട്. അപ്പം ഞാൻ അന്ന് യാത്ര ചെയ്തു. അന്ന് അവിടെ ഈ പാട്ട് കേട്ടവിടേക്ക് ഞാൻ പ്രശ്നമിച്ചു. ഇത് ശരിയല്ല. നാടൻപാട്ടെന്ന് പറഞ്ഞാൽ അത് വേറെ ജനവിഭാഗത്തിൻ്റെ പാട്ടുകളാണ്. അത് ആരായ തറ വേണം, അടുത്തൊരു അമ്പലം വേണം, അമ്പലത്തിൽ ചേർന്നത് വരുന്നു. പൂമാനിന് മാർഗിലായാൽ അടക്കം വേണം, പെണ്ണൊരു മിണ്ടത് അടക്കം വേണം, പുരുഷന്മാരുണ്ട്. അതൊക്കെ പറയൊരു ചെറുശ്ശേരി അപ്പം അങ്ങനെയാണ്. അപ്പം അന്ന് പറയാറ്. എന്നാലും അങ്ങനെ നാടകങ്ങളെ പഠിപ്പിച്ചു. എനിക്ക് ആകെ പ്രയാസമുള്ളൂ, എൻ്റെ പേരിലൊരു നാടകം കഴിക്കാറുണ്ട്. ആ നാടകം എന്താ എഴുതിയതാണ്. ആ നാടകത്തെ വെച്ച് കടം മേടിക്കുന്ന ആളാണ്. അതുപോലെ കടം മേടിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഇയാൾ കടം മേടിക്കുകയും ചെയ്യും. ഇയാൾ കടം മേടിച്ച് വീട് പോയി, മകള് പോയി, അത് പോയി, ഇത് പോയി. എന്നാലും കടം മേടിക്കാനൊരു തൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടായി. അത് അയ്യപ്പനൊക്കെ സാഹിത്യം ഒരു ഗംഭീരമായ പൊളിറ്റിക്സ് നാടകം. സംഭവിച്ചെന്ന് നമ്മളിങ്ങനെ കടം മേടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. നമ്മളെ കഞ്ഞൂരി മുട്ടിച്ചൊരു നാടകമാണ് ഫോഴ്സിൻ്റെ. ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ ഫോഴ്സിൻ്റെ നാടകം. പക്ഷേ വേറെ എത്രയോ ഗംഭീര നാടകങ്ങൾ, കള്ളൻ്റെ നാടകം ഇന്നും ഓർമ്മയിൽ വരുന്ന സമയമാണ്. ഫോഴ്സിനെ അരിമ്പൂരിൽ വിളിച്ചു കൊണ്ടുപോയത് ഞാനാണ്. ആ നാടക മത്സരത്തിൽ സെൻറ്റ് ജോസഫ് കോളേജിൽ അവതരിപ്പിച്ച അലിഞ്ഞ വാർത്തകളുടെ നാടകം. ഞാൻ അതിൻ്റെ ഒരു സംഘാടക ചുമതല ഉള്ള ആളുകൾ ഡീസോൺ ഫെസ്റ്റിവലിൻ്റെ അത് ഞാൻ അതിഗംഭീരമായിട്ട് സദസ്സിൽ അനുഭവിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രോത്സാഹിപ്പിച്ച നാടകം. ആ നാടകത്തിൻ്റെ ഓരോ നിമിഷവും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ നാടകം പൂർത്തിയാകുമ്പോൾ കർട്ടൻ വേണ്ടി വന്നു. അങ്ങനെ എന്തോ പ്രശ്നമുണ്ടായി. സത്യത്തിൽ അവർ ബഹളം വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രോത്സാഹനം ഞാൻ ജവാനാസ്കമിക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് പ്രോത്സാഹനം അവിടെ പെർഫോം ചെയ്തു. പിന്നെ ഭാരതിലേക്ക് ഞാൻ കൊണ്ടുപോയി. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെ ഇയാളെ കുറിച്ച് പറയുന്നതാണ്. ജോസ് ചെറുതിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വാചകം ആ പുസ്തകത്തിൽ കൊടുത്ത പേരും നാടകം വിതച്ച് നടന്നതാണെന്നതാണ്. ആ നല്ല ഗുരുവിൻ്റെ നല്ല ശിഷ്യനായിട്ട് അങ്ങനെ തന്നെ ജീവിച്ച ഒരാളാണ്. പ്രോത്സാഹനം ചെറുതങ്ങളിൽ ഇത്തരത്തിൽ നാടകങ്ങൾ വിതയ്ക്കുകയും നാടക അഭിനിവേശ ചെറുപ്പക്കാർക്ക് പകരം ചെറുപ്പക്കാരെ സത്യം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ നിലയിൽ എല്ലാ നിലയ്ക്കും വലിയ സന്തോഷമുള്ള ഒരു ചടങ്ങ്. സാധാരണ 1 മണിക്കൂറൊക്കെ മീറ്റിങ്ങിൽ വൈകിട്ട് വരുമ്പോൾ ഇവിടെ കയറി വരുമ്പോൾ എനിക്ക് വരുമ്പോൾ സംഘാടകരുടെ മുഖത്തൊക്കെ അറിയാം ആ വൈകിയതിൻ്റെ പ്രതികരണം. ഇവിടെ ഒരു പ്രതികരണമില്ല, വന്നു ചായ ഒന്നും കേൾക്കാൻ. അങ്ങനെ ഏത് ഒരു അപരാധവും പൊറുക്കാൻ പറ്റുന്ന ഒരിടം എന്ന നിലയ്ക്ക് ഞാനീ സമ്മതിക്കില്ലാണ്. ഞാനാണ് ഇതിന് സംഘാടനം വെച്ചാൽ ഒരുത്തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് കേട്ടില്ല. പണ്ടാകുന്ന മുഴുവനായിട്ട് എനിക്ക് ചീത്തപ്പനങ്ങൾ ഞങ്ങളുടെ അവിടെ പരിചയം ആരംഭിക്കണം ആവട്ടെ. അപ്പോൾ അങ്ങേറ്റം സന്തോഷത്തോടെ ജ്യോതിലക്ഷ്മി പാട്ട് പാടും, കവിത പാടില്ല എന്ന് പറഞ്ഞു. കവിത എഴുതുന്നതിനെ പഠിക്കും. അപ്പം നിർബന്ധമായും പാട്ട് പാടിയും സാറിന് കവിത ചൊല്ലി പഠിക്കും. എല്ലാ മീറ്റിങ്ങുകളും നല്ല കവിതകൾ സ്വന്തം നിലയ്ക്ക് എഴുതിയതും മലയാളത്തിലെ മികച്ച കവിതകൾ. ഈ ചൊല്ലിയതും നല്ല കവിത തന്നെയാണ്. നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അത് നല്ലൊരു പ്രാർത്ഥന തന്നെയാണ്. അതാണ് നല്ലൊരു പ്രാർത്ഥന. യെസ് ആവട്ടെ. അപ്പോൾ കവിത ചൊല്ലണം. ഇനി അടുത്ത വേദി വരുമ്പോൾ നല്ല കവിത ജ്യോതിലക്ഷ്മി പാടി കേൾപ്പിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ സമ്മേളനം അങ്ങേയറ്റം വൈകാരികമായി തന്നെ സന്തോഷത്തോട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു.